Hi friends, welcome to another online class. I am Suhair. So in the last class we discussed about the chapter Adventures in a Banyan Tree by Ruskin Bond in detail. And now let's discuss about the important areas and question answers and the other activities which are come under the first chapter itself. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റസ്കിൻ ബോണ്ട് എഴുതിയിരിക്കുന്ന ഈ ചാപ്റ്ററിൻ്റെ കൃത്യമായ മീനിങ് ഡിസ്കഷൻ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിലെ പ്രകൃതിയോടൊത്തിണങ്ങിയിരിക്കുന്ന ഒരു വീട്, പരിസരം, കുട്ടി, അണ്ണാൻ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു നല്ല രസകരമായ ഒരു കഥയായിരുന്നു അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. പരീക്ഷയെ മുൻനിർത്തി നമ്മൾ ഈ പാഠത്തെ മുൻനിർത്തി കാണുമ്പോൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിരിക്കുന്ന ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസിനും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിനൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കപ്പെട്ട ലെറ്റർ, നറേഷൻ, കോൺവെർസേഷൻ, ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈൽ മേക്കിംഗ് ആൻഡ് സം ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഓൾസോ. ഇതൊക്കെ വളരെ നന്നായി നമുക്കെങ്ങനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടെ ഈ ഒരു ക്ലാസ് കേൾക്കുകയും നോട്ട് പുസ്തകവും പേനയൊക്കെ ഉപയോഗിച്ച് വേണ്ട കാര്യങ്ങൾ അതത് സമയത്ത് നോട്ട് ചെയ്ത് നല്ല രീതിയിൽ ഈ ഒരു പാഠഭാഗത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചാപ്റ്ററിൽ 19 ക്വസ്റ്റ്യനുകളും അതോടൊപ്പം 8 ടെക്സ്റ്റുവൽ ആക്ടിവിറ്റികളും കൂടാതെ ഗ്രാമർ ആക്ടിവിറ്റികളായി 3 എണ്ണവുമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദ സൈഡ് ക്വസ്റ്റ്യൻസ് ഓർ ദ സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്. The first question, house and grounds were of grandfather's domain. ഈ വീടും പരിസരമെല്ലാം മുത്തശ്ശൻ്റെ അധീനതയിലായിരുന്നു. ബട്ട് ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. പക്ഷേ ആ ഒരു നല്ല മനോഹരമായ ആ ഓൾഡ് ബനിയൻ ട്രീ അത് എൻ്റേതായിരുന്നു. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ പറയാൻ കാരണം? ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ട്രീ ബനിയൻ ട്രീ വാസ് ദ ബോയ്സ്. അത് ആൺകുട്ടിയുടേതായിരുന്നു. ബിക്കോസ് കാരണം ദ ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ആ 65-ാമത്തെ വയസ്സിൽ മുത്തശ്ശന് അതിൽ കയറാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ദ ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് ആ അണ്ണാൻ ഈ ആൺകുട്ടിയുടെ ഒരു സുഹൃത്തായി മാറിയത്? വെൻ ദ സ്ക്വിറൽ ഫൗണ്ട് ഔട്ട് ദാറ്റ് the boy did not harm himself with a catapult or air gun, he became a friend of the boy. അവന് ആ അണ്ണാൻ കുഞ്ഞിനെ ആദ്യമായി കണ്ട സമയത്ത് അണ്ണാൻ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇതൊരു തെറ്റാലി കൊണ്ടോ അല്ലെങ്കിൽ എയർ ഗൺ കൊണ്ടോ ഒന്നും അവനെ ആക്രമിക്കുന്നില്ല, അപകടം വരുത്തുന്നില്ല എന്നവൻ മനസ്സിലാക്കിയപ്പം ഒരു സുഹൃബന്ധത്തിലേക്ക് വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? എന്തായിരുന്നു അണ്ണാൻ കുഞ്ഞിൻ്റെ കൂട്ടുകാർ ഈ ഒരു മനുഷ്യനുമായുള്ള ചങ്ങാത്തത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തായിരിക്കും അവൻ അങ്ങനെ ചിന്തിക്കാൻ കാരണമായിരിക്കുക? ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തോട്ട് ദാറ്റ് ഹി വാസ് ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ് എടുത്തുചാട്ടക്കാരൻ. തീർച്ചയായിട്ടും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും മനുഷ്യരെന്ന് പറയുന്നത് എടുത്തുചാട്ടക്കാരും വിഡ്ഢികളുമാണ്. ദേ തോട്ട് സോ ബിക്കോസ് ഹ്യൂമൻസ് വെർ ഓൾവേസ് ഹാമിങ് ദെയർ habitate and did not allow them to live peacefully. സ്വാഭാവികമായിട്ടും മനുഷ്യർ ഇങ്ങനെയൊക്കെയുള്ളവരാണ്, ഒരാളെയും അങ്ങനെ സമാധാനപൂർവ്വം ജീവിക്കാൻ വിടില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അതാണ് അതിൻ്റെ കാരണം. Then question number 4,
ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? ഫിഗ് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. ആ പഴങ്ങൾ ഉണ്ടാകുന്ന ആൽമരത്തിൽ പഴങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ ബനിയൻ ട്രീ അത്രയും കശപ്പിച്ച് അല്ലെങ്കിൽ ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ സ്ഥലമായിരിക്കുക? ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ ഫിഗ്സ്, ഒരു സ്പ്രിംഗ് സീസണിൽ നിറയെ പഴങ്ങളൊക്കെ ഉണ്ടാകുമ്പം ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, എല്ലാ തരത്തിലുള്ള പക്ഷികൾ ഇവിടേക്ക് പറന്നെത്തും. സ്ക്വാബ്ലിംഗ്, ഇങ്ങനെ കലപില ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും. ദിസ് മെയ്ഡ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ടു ദ റോഡ്. ഇത് അവിടെ ഒരു ഭയങ്കര ശബ്ദ കോലാഹലങ്ങളുണ്ടാക്കുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് ഈ കുട്ടി സ്പ്രിംഗ് സീസൺ അത്രമാത്രം അവൻ ആകർഷണീയമാക്കി മാറുന്നത്? എന്താണ് അതിൻ്റെ കാരണം? ദ ബോയ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ബനിയൻ ട്രീ. ആ കുട്ടി ബനിയൻ ട്രീയിലെ ഒരു പകുതി എത്തുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇരിക്കാനുള്ള ഒരു ഇടമുണ്ടാക്കി. ഓൺ വിച്ച് അതിൽ ഹി വുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് റീഡിങ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അധികം സണ്ണി അല്ലെങ്കിൽ ചൂടില്ലാത്ത സമയത്ത് അവൻ അവിടെ കയറിയിരുന്ന് വായനയും മറ്റുള്ള അവൻ്റെ രസകരമായ ഹോബികളിലൊക്കെ ഏർപ്പെടുമായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? എന്തായിരുന്നു, ഏത് സംഭവമായിരുന്നു ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ട്രിഗേർഡ് മീൻസ് ആവേശം ജ്വലിപ്പിച്ചത്, ഒരുപാട് സമയത്തേക്ക് അവൻ്റെ സമ്മറിൽ അവൻ്റെ കുട്ടിക്കാലത്തിൽ ആവേശം ഉണ്ടാക്കിയത് എന്തായിരുന്നു? ദ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ്. 7. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ്? എങ്ങനെയായിരുന്നു ഒപ്പോണൻറ്റ്, തൻ്റെ എതിരാളിയെ അവൻ കണക്കാക്കിയത്? വെറുതെ ട്രൂ വാരിയേഴ്സ്, അവർ രണ്ടുപേരും യഥാർത്ഥത്തിലുള്ള യോദ്ധാക്കളായിരുന്നോ? ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ് ആസ് എ സൂപ്പർബ്, വളരെയധികം ഉഷാറായ ഫൈറ്റർ, ഒരു പോരാളിയായിട്ട്. ക്ലവർ ആൻഡ് അഗ്രസീവ്, വളരെയധികം ക്ലവർ, ബുദ്ധിയും അഗ്രസീവായിരിക്കുന്ന. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്, അതെ, ദേ വേർ ട്രൂ വാരിയേഴ്സ്. അവർ രണ്ടുപേരും എന്താണ്, യഥാർത്ഥ യോദ്ധാക്കളായിരുന്നു. ആൻഡ് നൗ ദ ക്വസ്റ്റ്യൻ നമ്പർ 8. ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയായിരുന്നു മംഗൂസ്, കീരി, ആ പാമ്പിൻ്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ ആൻഡ് ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റൂഡ് അപ്പ്. മംഗൂസ്, കീരിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, അതിൻ്റെ നീളമുള്ള വാല് അതൊക്കെ എന്ത് ചെയ്യുന്നു, അവൻ്റെ ആ ഒരു നീളമുള്ള രോമങ്ങളൊക്കെ ഉയർത്തിയിട്ട് ആ പാമ്പിന് നേരെ നിൽക്കും. ദ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ സേവ്ഡ് ഹിം ഫ്രം സ്നേക്സ് ബൈറ്റ് ഇൻ ദ പാസ്റ്റ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റിൽ അവൻ്റെ രോമങ്ങളായിരുന്നു, കട്ടിയേറിയ അവൻ്റെ രോമങ്ങളായിരുന്നു അവനെ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ പാമ്പിൻ്റെ കടിയിൽ നിന്നും. നൗ ദ ക്വസ്റ്റ്യൻ 9. ദ കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. കോബ്ര നല്ല ഫൈറ്ററായിരുന്നു. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. ഏത് ടെക്നിക്ക് ഉപയോഗിച്ചാണ്, ഏതെങ്കിലും ഒന്ന് പറയാൻ. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ വെരി ഒരു അട്രാക്റ്റീവായി മാറുക, അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ആ പിന്നെ കോബ്രക്ക് മുൻപിൽ പിന്നെ എതിരാളികളായി നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ ചലിച്ചുകൊണ്ട് അവനെ എതിരാളിയെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ നിന്നുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു ടെക്നിക്കായിരുന്നു അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 10. ദ മംഗൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലെവർ. യഥാർത്ഥത്തിൽ ആ കീരി അവൻ ക്ലെവർ ആണ് എന്ന് തെളിയിച്ചു. ക്യാൻ യു സൈറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്? സൈറ്റ് എന്നെ കാണിക്കുക, ഇൻസ്റ്റൻസ് എന്ന എക്സാമ്പിൾ, ഏതെങ്കിലും അവൻ്റെ ക്ലെവർനെസ്സിനെ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ. When the cobra tried to mesmerize the mongoose into making a false move, ഒരു തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റ് വരുത്തുന്ന സമയത്ത് the mongoose, knowing the power of his opponent's glassy unwinking eyes, refused to meet them. ഒരിക്കലും അവൻ അതിന് എത്താത്ത രീതിയിലുള്ള ഒരു ഫോൾസായ ഒരു തെറ്റായ മൂവ്മെൻറ്റ് നടത്തിയിട്ടായിരുന്നു. അതായിരുന്നു അവൻ്റെ ക്ലെവർനെസ്, പെട്ടെന്ന് ചലിപ്പിക്കുക എന്നുള്ളതായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിച്ച് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് നടത്തുക എന്നുള്ളതായിരുന്നു. 11. What were the reactions of the spectators when the cobra struck? Spectators ആണ് കാഴ്ചക്കാർ. ആ കോബ്ര കൊത്തിയ സമയത്ത് ആരൊക്കെയായിരുന്നു അവിടുത്തെ സ്പെക്ടേറ്റേഴ്സ്? എന്തൊക്കെയായിരുന്നു അവരുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നത്? ദ മൊമെൻറ്റ് ദ കോബ്ര സ്ട്രക്ക്, ആ കോബ്ര കൊത്തിയ സമയത്ത് തന്നെ ദ ക്രൗ ആൻഡ് മൈന രണ്ടുപേരും ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം, അവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു.
എങ്ങനെയാണ്? only to collide heavily in mid-air, മധ്യത്തിൽ വെച്ചിട്ട് തമ്മിൽ കൂട്ടിമുട്ടാൻ വേണ്ടി മാത്രം. shrieking at each other, രണ്ടുപേരും അലറി വിളിക്കാൻ അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കാനും they return to the cactus plant, അതേ കള്ളിമുൾച്ചെടിയിലേക്ക് അവർ പറന്നുയർന്നു. how did the crow push itself into trouble, എങ്ങനെയാണ് ആ കാക്ക പ്രശ്നത്തിലകപ്പെട്ടത്? when the crow and myna dived at the cobra a third time, മൂന്നാമത്തെ പ്രാവശ്യം ക്രൗ മൈനയും കൂടെ അവരുടെ ഒരു ഡൈവ് ചെയ്തപ്പോൾ they missed each other as well as their marks, അവർ ഉദ്ദേശിച്ചതുപോലെ അവർ കൂട്ടിയിടിക്കലുണ്ടായില്ല. the myna flew on and reached its perch, മൈന നേരെ പറന്നുയർന്നു, അതിൻ്റെ ആ ഒരു കമ്പിലെത്തിച്ചേർന്നു. but the crow tried to pull up in the mid air and turn back, പക്ഷേ ആ കാക്ക അവിടുന്ന് പറന്നുയർന്ന് തിരികെ എത്താൻ ശ്രമിച്ചപ്പോൾ in the second, അതേ ഒരു സമയത്ത് തന്നെ that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. പക്ഷേ പാമ്പ് പിറകിലേക്ക് വന്നു ആഞ്ഞു കൊത്തി ആ കാക്കയെ കൊത്തുകയായിരുന്നു. ഇതായിരുന്നു ആ ഒരു പ്രയാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കാക്ക അതിലകപ്പെട്ടത്. 13. വൈ ഈസ് ദ മൈന സെറ്റ് ടു ബി വൈസ്, എന്തുകൊണ്ടാണ് മൈന വളരെയധികം വിവേകിയാണ്, ബുദ്ധിശാലിയാണെന്ന് പറയാൻ കാരണം? ദ മൈന റിമൈൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് വെരി വൈസ്ലി ആൻഡ് റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. വീണ്ടും മൈന നേരെ തിരിച്ചു കാക്ടസ് പ്ലാന്റിലേക്ക് വന്നു, പക്ഷേ പിന്നീട് ഒറ്റ തനിച്ചായപ്പോൾ അവിടെ ഇടപെടാൻ നിന്നില്ല, തൻ്റെ പണി നോക്കിപ്പോയി. അഥവാ മൈനയുടെ കാര്യത്തിൽ മാത്രം നോക്കി. അതാണ് വൈസ്, ബുദ്ധിശാലിയാണ്, വിവേകിയാണെന്ന് പറയാൻ കാരണം. 14. ഹൂ വൺ ദ ബാറ്റിൽ, ആരാണ് വിജയിച്ചത്? വാട്ട് മെയ്ഡ് ദ മൈന പിയോ ഇൻ ടു ദ ബുഷസ്, എന്തായിരിക്കും മൈനയെ പിന്നീട് അതിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഒളിഞ്ഞു നോക്കാനുണ്ടായ കാരണം? ദ മംഗൂസ് വൺ ദ ബാറ്റിൽ, അസ്വീനോ എല്ലാവർക്കും അറിയാം മംഗൂസാണ്. ദ മൈന പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം ദ സേഫ് ഡിസ്റ്റൻസ് ആസ് ഇറ്റ് ഡിഡിൻ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ എനിമോർ, വീണ്ടും അവിടെ പ്രശ്നത്തിലേക്ക് അകപ്പെടേണ്ട എന്നുള്ള രീതിയിലായിരുന്നു മൈന സേഫായിട്ട് സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഒളിഞ്ഞു നോക്കാനുണ്ടായ കാരണം. Now the 15th question. What prevented grandfather from taming the mongoose? Tame എന്ന് പറഞ്ഞാൽ ഇണങ്ങുക. എന്തായിരുന്നു മുത്തശ്ശനെ ആ മംഗൂസിനെ ഇണക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താൻ കാരണം? The grandfather did not try taming the mongoose. മുത്തശ്ശൻ ഒരിക്കലും അതിന് ശ്രമിച്ചിരുന്നില്ല. because കാരണം wild mongoose was more useful than a domesticated one. ശരിക്കും കാട്ടിലുള്ള ഒരു കീരി നാട്ടിൽ അല്ലെങ്കിൽ ഇണങ്ങിച്ചേരുന്ന കീരിയേക്കാൾ ഉപകാരമുള്ളതായിരുന്നു, ഗുണകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു. 16. വൈ വുഡ് ഗ്രാൻഡ് മദർ ഫോർ ഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? സ്റ്റീലറിനെ കട്ടെടുക്കുക. എന്തുകൊണ്ടായിരിക്കും മുത്തശ്ശി ആ കട്ടെടുക്കുക അല്ലെങ്കിൽ ഇതൊക്കെ മുട്ടകൾ കട്ടെടുത്ത് കൊണ്ടുപോകുന്നതിൽ മുത്തശ്ശിക്ക് പ്രശ്നമില്ല, അത് മാപ്പ് കൊടുക്കാൻ കാരണം എന്തായിരിക്കും? ഗ്രാൻഡ് മദർ വുഡ് ഫോർ ഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ് ആസ് ലോങ് ആസ് ഇറ്റ് കെപ്റ്റ് ദ സ്നേക്സ് അവേ. കാരണം എന്താ? അത് പാമ്പിനെ ആട്ടി ഓടിക്കും, അവിടെ ആ പരിസരങ്ങളിൽ പാമ്പ് വരയില്ല, അതുകൊണ്ടാണ്. അങ്ങനെയുള്ളൊരു ഗുണമുള്ളത് കൊണ്ടായിരുന്നു. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ? ആരായിരുന്നു ഈ ഒരു അണ്ണാൻ കുഞ്ഞിൻ്റെ പുതിയ കൂട്ടുകാരൻ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? എങ്ങനെയായിരുന്നു അവരവരുടെ ഒരു കൂട്ടുകെട്ടിനെ അവർ സന്തോഷത്തിലാക്കിയത്? എ വൈറ്റ് റാറ്റ് വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂറൽ. ഒരു വെളുത്ത എലിയായിരുന്നു. ദ സ്ക്യൂറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ് വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. ഈ ബനിയൻ ട്രീൻ്റെ കമ്പുകളിലൂടെ അവർ ചെറിയ യാത്രകൾ, ട്രിപ്പുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ആരൊക്കെ? ദ സ്ക്യൂറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ഇതായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ഒരു ചങ്ങാത്തത്തിലുള്ള സന്തോഷങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നത്. Now 18. How did the boy come to know that the squirrel was building a nest? എങ്ങനെയാണ് ഈ ഒരു സ്ക്യൂറൽ അണ്ണാനി ഒരു കൂടുണ്ടാക്കുന്നുണ്ടായിരുന്നു എന്ന് ഈ കുട്ടി മനസ്സിലാക്കിയത്? When the boy went indoors and changed his clothes, താൻ വീടിനകത്ത് അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ മാറുന്ന സമയത്ത് he found straw and grass falling out, പുല്ലും അതുപോലെ തന്നെ വൈക്കോലുകളൊക്കെ വീഴുന്നതായിട്ട് കണ്ടു എവിടുന്ന്? വസ്ത്രത്തിൽ നിന്ന്. സോ ഹി കെയിം ടു നോ ദാറ്റ് ദ സ്ക്യൂറൽ വാസ് ബിൽഡിങ് എ നെസ്റ്റ്. അങ്ങനെ അവൻ മനസ്സിലാക്കിയെടുത്തു ഈ ഒരു അണ്ണാൻ എന്ത് ചെയ്യുന്നുണ്ട്, എവിടേക്കോ കൂട് വെക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. 19. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? കൂട്ടിൽ പ്രകൃതി അവർക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്ന അത്ഭുതം എന്തായിരുന്നു? ആൻസർ 3 വൈറ്റ് സ്ക്യൂറൽസ്. 3 വെളുത്ത അണ്ണാനുകളായിരുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 15 ആണ്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ.
ഹിയർ ആർ ക്യാരക്ടേഴ്സ്, മെയിൻ ഈവൻറ്റ്സ്, സെറ്റിങ്സ്. ഈ 3 കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് എന്നുള്ളതിൽ ദ ബോയ് എ ലവർ ഓഫ് നേച്ചർ, ഗ്രാൻഡ് ഫാദർ എ 65-year-old മാൻ. നെക്സ്റ്റ് മെയിൻ ഈവൻറ്റ്സ്, വൺ ഈസ് ഗിവൺ ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ. ദെൻ സെറ്റിങ്സ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇതൊരു പ്രാവശ്യം കൂടെ ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് വരേണ്ടത്. ഇതിൻ്റെ പോസിബിളായ ആൻസേഴ്സ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ക്യാരക്ടേഴ്സ്: ഗ്രേ മംഗൂസ്, സൂപ്പർബ് ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. ഇത്രയും ആ ഒരു ചാപ്റ്റർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മൈന സ്പെക്ടേറ്റർ, കാഴ്ചക്കാരനാണ്. യങ് ജംഗിൾ ക്രോ, ദാറ്റ് ഇസ് ഓൾസോ സ്പെക്ടേറ്റർ. ഈ 2 ആളുകളും പക്ഷികളായിട്ട് കാണപ്പെടുന്നുണ്ട്. ബ്ലാക്ക് കോബ്ര, ഒരു കോബ്രയെക്കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. വൈറ്റ് റാറ്റ്, ഗ്രാൻഡ് ഫാദർ ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ. മുത്തശ്ശൻ അത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു, അഥവാ മുത്തശ്ശൻ കൊണ്ടുവന്ന സാധനമായിരുന്നു അത്. മെയിൻ ഈവൻറ്റ്സ്, ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. നറേഷൻ ഉണ്ടായിരിക്കും, യാതൊരു സംശയമില്ല, നന്നായി പഠിച്ചു വെക്കണം. ദെൻ ബർത്ത് ഓഫ് 3 വൈറ്റ് സ്ക്വിറൽസ്. ആ അവസാന ഭാഗത്ത് വരുന്ന 3 അണ്ണാൻ കുഞ്ഞുങ്ങളുടെ ജനനം. സെറ്റിങ്സ്, എ ബനിയൻ ട്രീ, അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ്. ആൻഡ് ഓൾഡ് ഹൗസ്, മുത്തശ്ശൻ്റേതെന്ന് കാണിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു പഴയ വീട്. ഇത്രയുമാണ് ഈ 3 കാര്യങ്ങൾ: ക്യാരക്ടേഴ്സ്, മെയിൻ ഈവൻറ്റ്സ് ആൻഡ് സെറ്റിങ്സ്. ഇത് 3 വളരെ പ്രാധാന്യത്തോടെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ക്യാരക്ടേഴ്സൊക്കെ ചെയ്താൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഹോൾ ആയിട്ട് നമുക്ക് എന്താണോ ഇതിന് ചോദിക്കുന്നത്, നറേഷനാണോ ഏതായാലും നമുക്കതിനെ യോജിപ്പിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളൊന്ന് എഴുതിയെടുക്കുക. ടെക്സ്റ്റുമായിട്ട് ഒത്തുനോക്കിയിട്ട് ഇത് നോക്കാൻ പാടുള്ളൂ. ആക്ടിവിറ്റി 2. ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്വിറൽ. ആ ആൺകുട്ടി സ്ക്വിറലുമായുള്ള അക്വൈൻറ്റൻസ്, ചങ്ങാത്തത്തിൽ വളരെയധികം ത്രിൽഡാണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടെല്ലിങ് ഹിം അബൌട്ട് ഹിസ് ന്യൂ ഫ്രണ്ട്. തൻ്റെ പുതിയ കൂട്ടുകാരനെക്കുറിച്ചുള്ള സന്തോഷകരമായ കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടുകാരന് കത്തെഴുതുന്നു. താഴെ കത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അത് ഫ്രണ്ട്ലി ലെറ്ററാണ്, പേഴ്സണലാണ്. ആ ഫോർമാറ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഇതേ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കത്തുണ്ടാക്കിയെടുക്കണം. അഡ്രസ്സ് വേണം, സല്യൂട്ടേഷൻ വേണം, പിന്നെ താഴെ ലീവ് ടേക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതേ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു കത്ത് ഫ്രെയിം ചെയ്യാം? ജസ്റ്റ് ഒരു സാമ്പിളിലേക്ക് നമുക്ക്. IV കോട്ടേജ്, ലാൻഡൻകാൻറ്റ്, ഡെറാഡൂൺ, പിന്നെ ഡേറ്റ്, ഡിയർ ശ്രാവൺ, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ. I am enjoying my vacation with my grandparents at Dehra. I got a new friend here, a small grey squirrel. At first he seemed to resent my invasion of his privacy, but when he found that I did not arm myself with a catapult or air gun, he became friendlier. When I started giving him a piece of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. നീ നിൻ്റെ വെക്കേഷൻ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ ആം എൻജോയിങ് മൈ വെക്കേഷൻ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് അറ്റ് ഡെഹ്റ. ഡെഹ്റയിൽ ഞാൻ എൻ്റെ രക്ഷിതാക്കളുമായി അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസുമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഹിയർ. എനിക്കൊരു പുതിയ കൂട്ടുകാരൻ അവിടെ കിട്ടി. എ സ്മോൾ ഗ്രേ സ്ക്വിറൽ, ഒരു ചാര നിറത്തിലുള്ള അണ്ണാങ്കുഞ്ഞാണ്. അറ്റ് ഫസ്റ്റ് ഹീ സീംഡ് ടു റിസൻ മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ഫസ്റ്റൊക്കെ ഞാൻ അവനിലേക്ക് വരുന്നതിന് അവൻ എതിർത്തു അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ കാണിച്ചെങ്കിലും, ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റപ്പോൾട്ട് ഓർ എയർ ഗണ്ണോ അല്ലെങ്കിൽ തെറ്റാലിയോ ഉപയോഗിച്ച് ഞാൻ അവനെ ആക്രമിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പം ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അവൻ കൂട്ടുകാരനായി മാറി. വെൻ ഐ സ്റ്റാർട്ടഡ് ഗിവിങ് ഹിം എ പീസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റും കേക്കൊക്കെ ഞാൻ കൊടുത്തു തുടങ്ങിയപ്പം ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ നിന്ന് അവൻ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ തുടങ്ങി. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ. അവന് വളരെ ചെറിയൊരു അണ്ണാങ്കുഞ്ഞായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ബന്ധുക്കളൊക്കെ പ്രോബബ്ലി തോട്ട്, ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഹി വാസ് ഹെഡ് സ്ട്രോങ്, അവനൊരു എടുത്തുചാട്ടക്കാരനാണ്. ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയാണെന്നുള്ളത്. എനിവേ, ഏതായിരുന്നാലും ഐ എം എൻജോയിങ് മൈ വെക്കേഷൻ. ഞാൻ എൻ്റെ വെക്കേഷൻ ആസ്വദിക്കുന്നു. വെയിറ്റിംഗ് ടു സീ യു സൂൺ. ഞാൻ നിന്നെ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ താല്പര്യപ്പെടുന്നു. യുവേഴ്സ് ലവിംഗ്ലി. താഴെ എഴുതുന്നതാണ്, ഇടതുഭാഗത്താണ് സ്നേഹത്തോടെ. SD മീൻസ് സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് എന്നതാണ്. നെയിം, ആരാണ് എഴുതുന്നത്, അവരുടെ പേര്. ഇത്രയുമാണ് ഈ ഒരു ഫ്രണ്ട്ലി ലെറ്ററിൻ്റെ ഒരു മാതൃകയായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിലുള്ള ഫോർമാറ്റൊക്കെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായി ഫോർമാറ്റുകൾ ആദ്യം മനസ്സിലാക്കി പഠിക്കുക. ആക്ടിവിറ്റി 3. വാച്ചിങ് ദ നേച്ചർ അറൗണ്ട് അസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്.
നമ്മളുടെ ചുറ്റുമുള്ള പ്രകൃതിയെ മനസ്സിലാക്കാൻ നോക്കലൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ജീവജാലത്തിനും അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ദ ബോയ് ഇൻ ദ സ്റ്റോറി നെറേറ്റ് സർട്ടൻ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്യൂ ആനിമൽസ്. ലിസ്റ്റ് ഔട്ട് ദം. ഏതാനും ചില ആനിമൽസിനെ അവിടെ കാണിക്കുന്നുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ദ സ്ക്യൂറൽ, അണ്ണാൻ. ദ സ്ക്യൂറൽ വാസ് വെരി യങ്, വളരെ യങ് ആണത്. ഇറ്റ് വാസ് എ സ്മോൾ ആൻഡ് ഗ്രേ ഇൻ കളർ, അതിൻ്റെ കളറിനെ കുറിച്ച് വിശേഷിപ്പിച്ചു. ഫൈൻഡിങ് ദ ബോയ് നോട്ട് ഹാംഫുൾ, ആ കുട്ടിയെ അവൻ ഹാംഫുൾ അല്ല, അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറ്റ് ബിക്കെയിം വെരി ഫ്രണ്ട്ലി വിത്ത് ഹിം, അവനുമായിട്ട് നല്ല ചങ്ങാത്തത്തിലായി മാറി. ഇറ്റ് ട്രസ്റ്റഡ് ദ ബോയ്, ആ കുട്ടി അത് വിശ്വസിച്ചു. ആൻഡ് ഈവൻ ടുക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്, അവൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയും ചെയ്തു. ഇനി നോക്കിയ 2 കോളം ബ്ലാങ്ക് ആണ്. ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്. ഈ 2 കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന 2 കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, വോട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി ഇതിൽ നിന്ന് എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റുക? ഒരു പ്രാവശ്യം കൂടെ ആ ഭാഗങ്ങൾ വരുന്ന ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം കൂടെ പ്ലീസ് റീവിസിറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ദ പോർഷൻ അഗെയിൻ ആൻഡ് റീഡ് ഇറ്റ് വൺസ് ഓർ ട്വൈസ്. എന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കി എഴുതാൻ പറ്റും. അങ്ങനെ ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് എന്താണ് ഈ 2 കഥാപാത്രങ്ങളെ ജസ്റ്റ് ഒരു അവയർനെസ് വരിക എന്നുള്ളത് നോക്കാം. നമുക്ക് വളരെ പ്രാധാന്യമാണ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ക്യാരക്ടർ സ്കെച്ചായിട്ട് നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദ സ്നേക്ക്. ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് ആൻ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ദ സാങ്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വേർ ഫുൾ ഓഫ് വെനം. വളരെ സ്കിൽഫുൾ, അതുപോലെ തന്നെ അനുഭവസമ്പന്നൻ ഫൈറ്ററാണ്. മാത്രമല്ല വളരെ വേഗത്തിൽ, കാറ്റിൻ്റെ വേഗതയിൽ നീങ്ങാൻ കഴിയുന്നുണ്ട്. വളരെ പെട്ടെന്ന് മിന്നൽ വേഗതയിൽ അവന് കൊത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു പല്ലിൻ്റെ പിറകിലുള്ള അറകൾ അവിടെ എന്താണ്, നിറച്ചു വിഷം നിറച്ചു വെച്ചിരിക്കുന്നതാണ്. ദ മംഗൂസ്. ദ ഗ്രേ മംഗൂസ് വാസ് 3 feet ലോങ്, 3 feet നീളമുണ്ട്. ഹി വാസ് എ സൂപ്പർ ഫൈറ്റർ, വളരെ സൂപ്പറായൊരു ഫൈറ്ററാണ്. ക്ലെവർ ആൻഡ് അഗ്രസീവ്, വളരെ ബുദ്ധിമാനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അക്രമവാസനയുള്ള അങ്ങനത്തെ ഒരു മംഗൂസാണ്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കും. ആക്ടിവിറ്റി 4. ദ ബോയ് വാസ് thrilled at seeing the fight between the cobra and the mongoose. ഈ കുട്ടി കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് കണ്ടതിൽ വളരെയധികം ത്രില്ലായി. യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്, നിങ്ങൾക്കും അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവും ഇത് വായിച്ച സമയത്ത്. നെറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഈ ഫൈറ്റ് സീൻ നിങ്ങളുടേതായ വാക്കിൽ നെറേറ്റ് ചെയ്യുക, കഥ വിശദീകരിച്ചു കൊടുക്കുക. വളരെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, 2 ടൈപ്പ് നറേഷൻ ഉണ്ട്. ഇവിടെ തേർഡ് പേഴ്സൺ ആണ്. അതിൻ്റെ ആദ്യ വരി ആൻസറായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. ആ കുട്ടി ആ ഒരു ആൽമരത്തിൻ്റെ പകുതി എത്തുന്ന സ്ഥലത്ത് അവൻ അവിടെ ഇരിക്കുകയായിരുന്നു. ഇതാണ് നൽകിയിട്ടുള്ളത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കഥ എന്താണോ മനസ്സിലായത് അത് നമ്മൾ നമ്മളുടേതായ വാക്കിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടോ എഴുതിയെടുക്കണം. ഇനി എങ്ങനെയാണ് അത്തരത്തിലുള്ളതൊന്ന് എഴുതിയുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആൻസർ. ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം വിച്ച് വാസ് ബിൽറ്റ് ഹാഫ് വേ അപ്പ് ദ ട്രീ. Suddenly he saw a huge black cobra and a mongoose coming out of the bushes. അവർ വരുന്നതായിട്ട് കണ്ടു. Both animals were unaware of the boy sitting up the tree. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. But they became aware of the arrival of 2 other spectators, കാഴ്ചക്കാർ, a myna and a crow. The mongoose opened the attack. In order to take part in this fight, the crow and myna threw themselves at each other and returned safely to the cactus. This happened twice ആണ് 2 പ്രാവശ്യം. The third time they did this, they missed each other as well as their mark. ഉദ്ദേശിച്ച പോലെ അവർക്ക് എത്താൻ സാധിച്ചില്ല 3ാമത്തെ പ്രാവശ്യം. The myna returned safely to his perch and the crow couldn't save its life. Instead, പകരം, got hit very sharply by the cobra and died. Who died? Crow died. The cobra was weakening and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The crow writhed and lashed about in a fighting manner and even coiled itself
around the mongoose coiled എന്ന ചുറ്റിക. But all to no avail. പക്ഷെ ഫലമുണ്ടായില്ല. The mongoose overpowered and the snake ceased to struggle. Stopped. The mongoose dragged it inside bushes while the myna gave a shrill cry of congratulating the mongoose and flew away. Myna പറന്നു. Activity number 5. And amongst the wool were the 3 baby squirrels. ആ തുണിക്കഷ്ണങ്ങൾക്കിടയിൽ 3 ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. All of them white, എല്ലാം വെളുത്തതാ. The boy couldn't stop wondering about the white squirrels. ആ കുട്ടിക്ക് ആ വെളുത്ത കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അത്ഭുതം മാറിയില്ല. If he scribbled down this unforgettable sight in his diary, അവൻ്റെ ഡയറിയിൽ ആ മറക്കാനാവാത്ത അനുഭവം ഒന്ന് എഴുതി കുറിക്കുകയായിരുന്നെങ്കിൽ how would it be? എങ്ങനെയായിരിക്കും അത്? ഡയറി ഉണ്ടാക്കാനാണ് പോസിബിലിറ്റിയൊക്കെ വെച്ചിട്ട് നമ്മളുടേതായ രീതിയിൽ പരമാവധി ചെയ്യണം. ആദ്യം നമുക്കറിയാം അതിൻ്റെ ഫോർമാറ്റ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അതിൽ ഡേറ്റ് എഴുതണം. ഇവിടെ എഴുതിയ ഡേറ്റ് 27th May 2020 വെനസ്ഡേ ഡേറ്റ് മെൻഷൻ ചെയ്യാം. ഇനി നല്ല അട്രാക്റ്റീവായ രീതിയിൽ എഴുതണം എന്നൊക്കെയാണ് ഇതിൻ്റെ ചെറിയൊരു സാമ്പിൾ. വൗ, ടുഡേ ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. My friend, the grey squirrel has given birth to 3 beautiful white baby squirrels. I'm so excited. It is for the first time in my life that I see white squirrels. Grandfather too had not seen white squirrels before. We were puzzled at first. അവൻ്റെ ആ ഒരു ആദി അല്ലെങ്കിൽ ആ ഒരു ഉത്കണ്ഠ കാണിക്കുന്ന ആ ഒരു നല്ല സെൻറ്റൻസുകളാക്കിയിട്ടാണ് ഫസ്റ്റ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. When I mentioned the white rat's frequent visit to the banyan tree, he told me that the father of the squirrel must be the white rat. This vacation gave me a lot of memories to cherish and ആനന്ദിക്കുക. I'm very happy that I got 3 new friends to play with. 6. The silhouettes of some scenes from the story are given here. ഏതാനും ചില നിഴൽ ചിത്രങ്ങൾ സിലൗട്ട്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സീൻസ് ആൻഡ് ഗിവ് കട്ട് ലൈൻ. അവ കണ്ടെത്തി അതിനെന്ത് ചെയ്യണം? നമ്മളതിന് അടിക്കുറിപ്പായിട്ട് നമ്മൾ എഴുതി ചേർക്കണം. ഒന്ന് തന്നിട്ടുണ്ട്. ദ സ്മോൾ സ്ക്വിറൽ ബിക്കെയിം ഫ്രണ്ട്ലിയർ ആൻഡ് ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം ഹിസ് ഹാൻഡ്സ്. ഇനി അടുത്തത് മുതലുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. നോക്കിയേ, ദ ബോയ് യൂസ് ടു സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺ ഓൺ ദ ബനിയൻ ട്രീ റീഡിങ് ബുക്സ്. കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? ദെൻ മൂന്നാമത്തേലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ? ഒരു കാക്കയുണ്ട്, മൈനയുണ്ട്, ഇങ്ങനെയുമായി ബന്ധപ്പെട്ടത്. ദ ക്രൗ വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഹിസ് ഷൗട്ട് സഡിങ് അഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി. നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്താണ് വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഓവർ ദർ. ദാറ്റ് ഈസ് വി ആർ റൈറ്റിംഗ്. അതാണ് നമ്മൾ ഉണ്ടാക്കിയെഴുതുന്നത്. ദെൻ വാട്ട് അബൌട്ട് ദ ഫോർത്ത് വൺ? The mongoose grimly held on to the snake until it had ceased to struggle and dragged the snake into the bushes. ബുഷസിലേക്ക് എന്തെന്നാ കീരിയും പാമ്പും കോബ്രയും തമ്മിലുള്ള ഒരു ഫൈറ്റിൻ്റെ ചെറിയൊരു സീനാണ്. ദെൻ വാട്ട് അബൌട്ട് ദ ഫിഫ്ത്ത് വൺ? The grey squirrel and white rat became friends. They would go off together on little excursions among the branches. ഈ ഒരു ലൈൻസൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരിക്കും നേരത്തെ അല്ലേ? Then what about the sixth one? 3 white baby squirrels were born. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മുടെ ബോയ് നോക്കിക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഈ ഒരു കട്ട് ലൈൻ. ഇനി ഇത് വെച്ചിട്ട് ഈ കട്ട് ലൈൻ ഉപയോഗിച്ചിട്ട് താഴെ പറയാണ് ബേസ്ഡ് ഓൺ ദ കട്ട് ലൈൻസ് പ്രിപ്പയർ എ നെറേറ്റീവ്. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ കഥ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. So here is the example. Based on the cut line, prepare the narrative. This is a story of a boy who lived with his grandparents. He was the owner of the large banyan tree and had squirrels and birds of all kinds. He became very friendly with a grey squirrel in the banyan tree. The boy used to read adventurous books sitting on the platform he had constructed. One day, he witnessed a fight between a cobra and a mongoose while sitting on the tree. The fight was witnessed by 2 spectators, a myna and a cobra. The cobra hit the crow fatally and it died. അപ്പോൾ ഇതുപോലത്തെ ഒരു നറേഷൻ എന്ത് ചെയ്യണം? നമുക്ക് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പഠിക്കണം. ബിക്കോസ് വി എക്സ്പെക്റ്റ് 5 or 6 marks question. Then continuation. The myna returned safely to the cactus. The mongoose won the fight and it dragged the snake into the bushes while the myna gave a shrill cry of congratulating and flew away. The friend of the boy, the grey squirrel, became friends with a white rat. They went off together for little excursions among the branches. Few days later, the boy discovered that 3 baby squirrels were born.
All of them were white like their father, the white rat. ഇതാണ് ആ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ സെയിം എന്താണോ ടെക്സ്റ്റ് നമ്മൾ വായിച്ചത് അതെന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ നമ്മളുടേതായ വരികളിലൂടെ അത് എഴുതിയെടുക്കുന്നു. ദെൻ ആക്ടിവിറ്റി നമ്പർ 7. എ സിംഗിൾ ബനിയൻ ട്രീ ക്രിയേറ്റ് സച്ച് ബ്യൂട്ടി ആൻഡ് ഹാർമണി. ഹൗ വിൽ ഇറ്റ് ബി ഇഫ് വി ഹാവ് സച്ച് ബ്യൂട്ടി എവറിവെയർ? വാട്ട് ഷുഡ് വി ഡു ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ? ഡിസ്കസ്. പ്രിപ്പയർ എ ഡിജിറ്റൽ പോസ്റ്റർ ഓൺ ദ തീം കൺസർവേഷൻ ഓഫ് നേച്ചർ. ഒരു സിംഗിൾ ബനിയൻ ട്രീ ഇത്രമാത്രം ഭംഗിയും ഐക്യവും ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും, ഹൗ വിൽ ഇറ്റ് ബി ഇഫ് വി ഹാവ് സച്ച് ബ്യൂട്ടി എവരിവെയർ? എല്ലായിടങ്ങളും പ്രകൃതിയിലുണ്ടായിരുന്നെങ്കിൽ എന്തു മനോഹരമായിരിക്കും. എന്തൊക്കെയാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒരു ഡിസ്കഷൻ. ഈ ഡിസ്കഷനിൽ നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും കൂട്ടുകാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്നിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. There are numerous ways in which we can protect our environment and conserve nature. First one, recycling. ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും. Recycling everything you can and try to buy reusable and biodegradable products as much as possible. പറ്റാവുന്ന അത്ര എന്ത് ചെയ്യണം, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് വീണ്ടും അതിന് മറ്റൊരു ഉപയോഗങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കുക. സെക്കൻഡ്ലി, റെഡ്യൂസ് വാട്ടർ കൺസംഷൻ. വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക. വാട്ടർ ഈസ് ലൈഫ്. വെള്ളം അത് ജീവനാണ്. ക്ലീൻ ഫ്രഷ് വാട്ടർ ടെൻസ് ടു ബിക്കം മോർ ആൻഡ് മോർ പ്രഷ്യസ് ആസ് ടൈം ഗോസ് ബൈ ആൻഡ് ഇഫ് വി ഡു നത്തിങ് ടു സേവ് ഇറ്റ് ഇൻ ഫ്യൂച്ചർ വാട്ടർ വിൽ ബി മോർ പ്രഷ്യസ് ദാൻ ഗോൾഡ്. എന്തൊക്കെയാണോ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാകാൻ വേണ്ടുന്ന സ്രോതസ്സുകൾ, മാർഗങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വിലപ്പെട്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. കാരണം അത് സ്വർണ്ണത്തേക്കാൾ വിലപ്പെട്ടതായിരിക്കും ഇനിയുള്ള ഒരവസ്ഥയിൽ വരുന്ന സമയത്ത്. നമ്മൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാറുണ്ട്, ഇനിയൊരു യുദ്ധം ഭൂമിയിൽ വരാനിരിക്കുക അല്ലെങ്കിൽ വരികയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയുള്ളതായിരിക്കും എന്നുള്ളത്. അത്രമാത്രം പ്രാധാന്യം അതിന് അർഹിക്കുന്നുണ്ട് എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കിയെടുക്കണം. ഇറ്റ് ഈസ് ദെയർഫോർ crucial for us to do whatever we can to save water and prevent water pollution. നമ്മൾക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ മലിനീകരണം തടയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലെല്ലാം നമ്മൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. തേർഡ്, കമ്പോസ്റ്റിംഗ്. എ ഫ്യൂ കമ്പോസ്റ്റിംഗ് ബിൻസ് ഇൻ ദ ഗാർഡൻ represent an excellent opportunity to avoid littering, at the same time being a reliable source of natural manure for your vegetable garden. നമ്മൾ തോട്ടത്തിൽ അങ്ങിങ്ങായി 4-5 ഒരു റീസൈക്കിൾ ബിന്നുകൾ വെക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ആളുകളുടെ ചപ്പുചവറ് കത്തിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അതുവഴി നമുക്ക് പച്ചക്കറികളിലേക്കുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും മറ്റൊക്കെ നമുക്ക് ഗുണകരമായി മാറുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പോസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ചവറുകൾ കമ്പോസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഗ്രോ വെജിറ്റബിൾസ്. ദ വെജിറ്റബിൾസ് വി ഈറ്റ് ടുഡേ ആർ ഗ്രോൺ വിത്ത് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. പലപ്പോഴും പല മാരകമായിരിക്കുന്ന വിഷങ്ങളും കെമിക്കൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പച്ചക്കറി ഉണ്ടാക്കുന്നത്. ഇഫ് യു പ്ലാൻ യുവർ ഓൺ വെജിറ്റബിൾസ് യു വിൽ ഹാവ് ഓർഗാനിക് ഫുഡ് ഫോർ എക്സലൻറ്റ് ക്വാളിറ്റി, ബെനഫിഷ്യൽ ഫോർ ബോത്ത് യുവർ ഹെൽത്ത് ആൻഡ് എൻവയറൺമെൻറ്റ്. നമുക്കറിയാം ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് തന്നെ പലപ്പോഴും പല ആളുകളും നമ്മളെല്ലാവരും വീടുകളിൽ പച്ചക്കറി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ഹെൽത്ത് ആൻഡ് എൻവയറൺമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ ആക്ടിവിറ്റി നമ്പർ 8. The story Adventures in Banyan Tree portrays the happy childhood of the writer blended with enchanting nature. എഴുത്തുകാരൻ തൻ്റെ കുട്ടിക്കാലത്തെ പ്രകൃതിയുടെ വശ്യമനോഹരമായിരിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധിപ്പിച്ചാണ് ഇവിടെ ചിത്രീകരണം നടത്തുന്നത്. ആൻഡ് ക്യാൻ ദ ഫ്യൂച്ചർ ജനറേഷൻ എൻജോയ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്? ഇനി വരാനിരിക്കുന്ന തലമുറക്ക് അത്തരത്തിലുള്ള മനോഹരമായ ജീവിതം ലഭിക്കുമോ? അനലൈസ് ദ ഫോളോവിങ് പിക്ചേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പോർട്രേഡ് ഇൻ ദം. താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കുക. ഹിയർ ഈസ് ദ ഫസ്റ്റ് പിക്ചർ വിച്ച് ഷോസ് ദാറ്റ് എ മാൻ ഹൂ കട്ട്സ് എ ട്രീ. മനുഷ്യനെ ഒരു മരം മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഇഷ്യൂ? ദാറ്റ് ഈസ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണമാണ്. വാട്ട് ഈസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് ഓഫ് ദിസ്? എന്താ അതിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭീകരമായ അവസ്ഥ എന്താ? ഇറ്റ് ഈസ് ഹാംഫുൾ ടു ഹ്യൂമൻ ആസ് വെൽ ആസ് ആനിമൽസ്. മനുഷ്യനും മൃഗങ്ങൾക്കൊരുപോലെ ഇതെന്താണ്? അപകടമാണ്. പീപ്പിൾ നെഗ്ലക്ട് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്. ആളുകളത് മൈൻഡ് ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യാണ്. ദ ബാലൻസ് ഓഫ് നേച്ചർ വിൽ ബി ഡിസ്ട്രോയിഡ്.
എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രകൃതിയുടെ ബാലൻസ് തന്നെ ഇല്ലാതെ തകർന്നടിയും. Then what about the second picture? Here is a second picture which shows that it is about environmental issue. What is the environmental issue? Pollution ആണ്, ആളുകളുടെ മലിനീകരണം അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് ഡംപ് ചെയ്യുക, ഇതൊക്കെയാണ്. Then what about here? How will this affect the environment? എങ്ങനെ ഇത് പ്രകൃതിയെ ബാധിക്കുക? It destroys the fertility of soil. മണ്ണിൻ്റെ ഫലപുഷ്ടിയെ അല്ലെങ്കിൽ ഫലവത്തിനെ അത് നശിപ്പിക്കുന്നുണ്ട്. Results in the destruction of plants. ഇത്തരത്തിലുള്ള ചെടികളുടെ നാശത്തിലേക്ക് അത് നയിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Then what about the third picture? The third picture shows ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഫാക്ടറി എമിഷനും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഹിയർ what are the reasons and consequences? Carbon emission contributes to climate change, which can have serious ill effects on human beings and their environment. തീർച്ചയായിട്ടും പ്രകൃതിയിൽ എന്ത് ചെയ്യുന്നു, കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ അപകടം വരാനിരിക്കുന്നുണ്ട്. Then discuss the following questions. Do you think these are very serious threats to our earth? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഭൂമിക്ക് വലിയ ത്രെഡ്സ്, ഭീഷണിയാണെന്നുള്ളത്? What are the possible solutions for these issues? ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ തന്നിരിക്കുന്ന 3 പോയിൻറ്റ്സ്: അഫോറസ്റ്റേഷൻ, അവോയ്ഡ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ്, കൺട്രോൾ കാർബൺ എമിഷൻ. ഇനി പോസിബിളായ 2 വീതം എന്ത് ചെയ്യാം, നമുക്കതിൽ സംഭാവന ചെയ്തു കൊടുക്കാം. ഈ ഗ്രീനിൽ കാണുന്നതാണ് നമ്മൾ എന്താണ് ഇതിന് പോസിബിളായിട്ട് കാണുന്നത്. എൻകറേജ് പീപ്പിൾ ടു ലിവ് ഇൻ എ വേ ദാറ്റ് ഡസൻറ്റ് ഹേർട്ട് എൻവയോൺമെൻറ്റ്. പ്രകൃതിയെ ഹാനികരമായിട്ട് അല്ലെങ്കിൽ ബാധിക്കാത്ത രീതിയിലുള്ള ജീവിതത്തെ നമുക്ക് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. ഡു നോട്ട് യൂസ് ഫയർ വുഡ്സ് ടു ഹീറ്റ് അപ്പ് യുവർ പ്ലേസ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ കത്തിച്ചിട്ടും മറ്റൊന്നും എന്ത് ചെയ്യരുത്, പ്രകൃതിയിൽ ചൂടുണ്ടാകുന്ന രീതിയിലുള്ള കാരണങ്ങൾ വരരുത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കരുത്. നമുക്കറിയാം വ്യത്യസ്തമായിരിക്കുന്ന കത്തിക്കലും അല്ലെങ്കിൽ ചെറിയ ഒരു അപകടം അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തന്നെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. റെഡ്യൂസ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകൾ പരമാവധി ഒഴിവാക്കുക. ചൂസ് കാർഡ്ബോർഡ് ഓവർ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആൻഡ് ബാഗ്സ്. പരമാവധി കാർഡ്ബോർഡുകളും അല്ലെങ്കിൽ പേപ്പറുകളുടെ ഉപയോഗങ്ങൾ കൂട്ടിയെടുക്കുക. മേക്ക് യുവർ ഹോം ആൻഡ് ഹൗസ് ഹോൾഡ് ഈക്കോ ഫ്രണ്ട്ലി. ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് പ്രകൃതിയോട് ഒത്തിണങ്ങുന്ന രീതിയിലുള്ള ഉപയോഗങ്ങളാക്കുക. വോക്ക് സൈക്കിൾ ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. സൈക്കിളോ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷനോ ഉപയോഗിക്കുക. ഇത്രയും 8 ആക്ടിവിറ്റികളാണ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് കാര്യങ്ങൾ എഴുതി മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ടവ വരുന്നത്. അതിലൊരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പറയാം. വളരെ പ്രാധാന്യമർഹിക്കുന്ന രീതിയിലുള്ളവയാണ് നമ്മൾ ആക്ടിവിറ്റികൾ മനസ്സിലാക്കിയത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറി, 2 നറേഷൻ, 3 ക്യാരക്ടർ സ്കെച്ച്, 4 എങ്ങനെയാണ് ആ സ്റ്റോറിയെ അറേഞ്ച് ചെയ്യുന്നത് എന്ന രീതികളൊക്കെ വളരെ മനസ്സിലാക്കിയെടുക്കുക. ലാസ്റ്റ് അവസാനത്തേത് വന്ന ജനറലായ ഒരു ആക്ടിവിറ്റി ആയിട്ട് വന്നിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്യുക. ഈ ആക്ടിവിറ്റികളെല്ലാം 8 ആക്ടിവിറ്റി നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതി നോട്ട് ചെയ്യണം. ബാക്കി വരുന്ന 3 ഗ്രാമർ സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മറ്റൊരു ക്ലാസ് തന്നെ വ്യക്തമായി കൃത്യമായിട്ട് നമുക്ക് എഴുതി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഗ്രാമറുകളായിട്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തണം. അതിനായി നമുക്ക് മറ്റൊരു അവസരത്തിൽ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഉഷാറാക്കിയെടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. എന്തൊക്കെയാണ് സംശയങ്ങൾ വരുന്നത് അടുത്ത ഭാഗത്തായിട്ട് ചോദിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.